സുഖു ഇന്നെന്താടാ നീ നേരത്തെ വന്നേ? ഇന്ന് നിനക്ക് ബസ് ഓടിക്കാൻ പോകില്ലടാ. ഞാൻ തോന്നടാ അവനെ പിരിച്ചിട്ടു. അതെന്തിനാടാ അവര് നിന്നെ പിരിച്ചിട്ടെ? എടാ അത് ഞാനൊരു അമ്മൂമ്മയ്ക്ക് എൻ്റെ സീറ്റ് കൊടുത്തേടാ. ആ അമ്മൂമ്മ ഞാൻ നോക്കിപ്പാടാ എഴുന്നേറ്റിക്കുമായിരുന്നു. നമ്മളെന്താ സ്കൂളിൽ പഠിപ്പിച്ചേക്കുന്നേ? മുതിർന്നവർക്ക് ബഹുമാനിക്കണം എന്നല്ലേ. അന്നേരം ഞാൻ ആ അമ്മൂമ്മ അവിടെ നിൽക്കും, ആരും സീറ്റ് കൊടുക്കുന്നില്ല. അന്നേരം ഞാൻ ആ അമ്മൂമ്മേനെ വിളിച്ചുകൊണ്ടെന്ന് അവിടെ ഇരുത്തി. അമ്മൂമ്മ മര്യാദയുടെ എഴുന്നേറ്റുവാനൊക്കെ നോക്കി. ഒരു ഞാൻ അമ്മൂമ്മേനെ അവിടെ പിടിച്ചിരുത്തി ആ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ അമ്മൂമ്മ എഴുന്നേറ്റുവാൻ അറിയാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ ആ അമ്മൂമ്മ ഇന്ന സ്ഥലത്ത് നിന്നു. കുറേ ആൾക്കാർ അവിടെ കിടന്ന് ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കി. അന്നേരം ഞാൻ വിചാരിച്ചു അവർക്ക് അസൂയാണ്. ഇപ്പോഴും അറിയുന്നേ ആ അമ്മൂമ്മയ്ക്ക് ബസ് ഓടിക്കാറില്ല, ഏതോ പോസ്റ്റിൽ പോകണമെന്ന് വെച്ച് ഇടിച്ചു കയറ്റി. എന്നിട്ട് അത് പറഞ്ഞിട്ട് ആ ബസ്സിൻ്റെ ആൾക്കാരെന്നെ പിടിച്ചു. ഞാൻ ഇന്റർവ്യൂക്ക് പോകുന്ന സ്ഥലത്ത് നീയും പോരെ, കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ കുറേ GK ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോഴിന്ന് പഠിച്ചോ, അടുത്ത ആഴ്ചയാണ് ഇന്റർവ്യൂ. ആടാ ശരി. എടാ ഇപ്പൊ തന്നെ ഇരുന്ന് പഠിക്കടാ, ഇനിയുണ്ടല്ലോ ഒരാഴ്ച. പിന്നെന്തേ പഠിക്കണേ നീ? അവനവിടെ ഇരുന്ന് പഠിക്കല്ലേ, അവന് ഡിസ്റ്റർബൻസ് ആവണ്ട. സ്പീക്കർ അങ്ങ് ഓഫ് ആക്കി. ഗെയിം കളിക്കാണ്ട് ഇരുന്ന് പഠിക്കണ. നാളെ ആരാ ഇന്റർവ്യൂ? ഇനിയുണ്ടല്ലോ 24 മണിക്കൂർ. ഞാനിരുന്ന് പഠിച്ചോളാം. 8 hours later. ഇന്നാണ് ഇന്റർവ്യൂ, വേഗം റെഡി ആവാ നീ. ആണ് അവിടെ ആൻസർ അത് ഒടുങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടിയാലും ആരാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്? നീൽ ആംസ്ട്രോങ് സർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത്? 1947. അബ്രഹാം ലിങ്കന്റെ നാട് എവിടെയാണ്? അമേരിക്ക. Next. Hey, coming sir? Yes. താങ്കളുടെ പേരെന്താണ്? നീൽ ആംസ്ട്രോങ് സർ. താങ്കളുടെ നാട് എവിടെയാണ്? അമേരിക്ക. താങ്കൾക്ക് എത്ര വയസ്സായി? 1947. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തന്റെ നാട് ശരിക്കും നോളാൻ പറയണം. അല്ല സാർ, അമേരിക്ക. എണീറ്റ് പോടോ. താങ്ക് യു സാർ. പോടാ. എടാ നിനക്ക് കിട്ടുവാടാ? കിട്ടുവെന്നാ തോന്നണത്, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. സമയം കുറയായി, 12 മണി കണ്ടേ. പിന്നെ ഇവിടുന്ന് മോഷ്ടിക്കാം. കാണാമല്ലോ. ഹലോ സാറേ, നിങ്ങളുടെ വീട്ടില് രാത്രി കുറിച്ച് ഓടി ഒന്ന് കയറി. കള്ളനാന്ന് തോന്നണേ. ഇത് പെട്ടെന്ന് തന്നെ. പോലീസോ?
ഹലോ ഗുണ്ട ഭാസ്കറും തോനായും ജയിച്ചാടി അവരെ പിടിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കോഡിലേക്ക് എടുത്തു. നിങ്ങൾ ഡ്യൂട്ടിക്ക് തയ്യാറല്ലേ? ഗുണ്ട തോനായും ഭാസ്കറും ജയിൽ ചാടി അവരെ പിടിക്കാൻ പോലീസ് പുതിയ സ്ക്വാഡിനെ നിയമിച്ചു. ഹലോ ഗുണ്ട തോനായി സുബേറിന്റെ സ്കോഡിട്ട് പണം കൊടുക്കും. നിന്നെ അവരകത്താക്കി, എന്നെ അവരകത്താക്കി. നമുക്ക് ആർക്കും പണം കൊടുക്കണം. അവന് 8ന്റെ പണി കൊടുക്കണം.